ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ഇതൊരു ട്രഡീഷണൽ ലുക്കിലുള്ള കപ്പിൾസിനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലേ ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഡോൾസിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഫേസ് ഉണ്ടാക്കുന്ന വീഡിയോയും ഈ ഒരു ആണിനെ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ മൊത്തത്തിൽ സ്ലോ ആക്കിയിട്ടുള്ളൊരു വീഡിയോയാണ്. ഡോൾസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഒരു കൈ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തുമ്പോൾ ആ നടുക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് ബൾജ് ചെയ്ത് വരും. അപ്പോൾ അതിനെ നമുക്ക് മൂക്കായിട്ട് എടുക്കാം. അതിനുശേഷം കണ്ണും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ആ കണ്ണും പുരുകമൊക്കെ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ചുണ്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല, എന്നാലും ഒരുവിധം ബെറ്ററായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം കൈയും കൂടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഈ ഒരു തുമ്പ് പോർഷൻ ഇങ്ങനെ ചപ്പിച്ചിട്ട് അതിനെ ഇങ്ങനെ വിരലുകളാക്കിയിട്ട് വച്ചെടുക്കുക. അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമില്ല, ഇനി ബോഡി പാർട്ടിലാണ്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മുണ്ടും ഷർട്ടുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ വൈറ്റ് കളറും റെഡ് കളറും ആയിട്ടുള്ള കോംബോയാണ് ചൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് കളർ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തി ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് മുകളിൽ ആ ഒരു ബോഡി പാർട്ടിൻ്റെ അവിടെ ആ ഒരു ഷർട്ടിൻ്റെ പീസ് ആയിട്ട് ഇങ്ങനെ ചതുരത്തിനെടുത്തിട്ട് കയ്യിലവിടെ ഇങ്ങനെ ഒരു ക്ലേ വെച്ച് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൽ ഈ കൈയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ മുണ്ടിൻ്റെ ആ ഒരു പോർഷനും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ തല ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ വച്ചിട്ട് ഒരു കമ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫിക്സായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി വെച്ച് ഒന്ന് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വെച്ചതാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയറോളം ആയി. ഇതുവരെ അങ്ങനെ ലോങ് വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ലോങ് വീഡിയോസും കൂടി ഇട്ട് നമ്മുടെ വാച്ച് അവേഴ്സൊക്കെ കൂട്ടാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ നോക്കുക. എല്ലാ യൂട്യൂബേഴ്സും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാനും ആ ഒരു ലക്ഷ്യത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ക്ലേ ആർട്ടായിരുന്നാലും ജ്വല്ലറി മേക്കിങ്ങിനാണെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസൊക്കെ ആവശ്യമായിട്ട് വരും. ചിലവ് കൂടുതലാണ്, എന്നാൽ നമുക്ക് ഇൻകം ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ഈ ക്ലേ ആർട്ടിലൊന്നും അങ്ങനെ നമുക്ക് ഇൻകം കിട്ടാവുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോയിൽ ക്ലേ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇൻകം ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനിതിങ്ങനെ പുറത്തോട്ടൊന്നും സെല്ല് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നതല്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഷോപ്പ് പീസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലത്തെ ക്ലേ ആർട്ടായിരുന്നാലും ബോട്ടിൽ ആർട്ടായിരുന്നാലും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കപ്പിളിൻ്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഫേസും കയ്യും ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വീണ്ടും ഞാനൊരു സാരി ഉടുത്ത രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോഡി പാർട്ടിൽ ആ ഒരു ബ്ലൗസ് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തി ആ ഒരു കഴുത്ത് മാത്രം വെട്ടിയെടുത്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പ്ലീറ്റ് എടുക്കില്ലേ, അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഫോം ക്ലേ എടുത്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോം ക്ലേ തന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ആ ഒരു മുകളിലത്തെ പ്ലീറ്റ് തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് വച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ച് എടുക്കുക. പെർഫെക്റ്റ് അല്ലാന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ബോഡി പാർട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ അറിയാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫേസും വയ്ക്കുക. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും സാരി അല്ലെങ്കിൽ ഒരു കസവ് സാരി അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കപ്പിളിൻ്റെ ആൾക്ക് ഞാൻ ഇവിടെ മുണ്ടും ഷർട്ടും ചെയ്തിട്ട് അതിൽ ആ ഒരു യെല്ലോ കളറും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. ആ ഒരു കസവ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സാരിയിലും ഞാനത് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കോംബോ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യെല്ലോ കളറ് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ആ ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ
വിചാരിച്ചു കുറച്ച് ഡിസൈൻസൊക്കെ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ ആ ഒരു ഷർട്ടിൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് സ്കെച്ച് പെന്ന് അത് റെഡ് കളർ ആയതുകൊണ്ട് സ്കെച്ച് പെന്ന് വെച്ച് നമ്മൾ പൂക്കളൊക്കെ വരയ്ക്കാൻ നോക്കിയാലും ഇത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ദേ സിന്ദൂരമൊക്കെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേരള സ്റ്റൈൽ പെൺകുട്ടി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഈ കപ്പിൾസിനെ കാണാൻ എങ്ങനെയുണ്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ തന്നെ അതുവരേക്കും ബൈ.